അല്ലാഹ് എന്ന് പറയുമ്പോഴേ എല്ലാവരും ശ്രദ്ധിച്ചേ, എല്ലാവരും അല്ലാഹ് എന്ന് പറയുമ്പോൾ ലാമിൻ്റെ മഖ്റജിൽ നിന്നായിരിക്കണം വരേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാവിൻ്റെ തലഭാഗം പല്ലിൽ തട്ടിയിട്ട് അല്ലാഹ് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അത് അല്ലാഹ് ആണ്, ഗുരുതരമായ അർത്ഥവ്യത്യാസം വരും, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലാഹ് എന്ന് പറയുമ്പോൾ അവസാനം ഹാ ഉണ്ട്. അതില്ലാതെ സുബ്ഹാനല്ലാഹ് 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 അക്ഷരമല്ല, അല്ലാഹുവിൽ ഹാ ഇല്ല. അൽഹംദുലില്ലാ 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 ലാ ലാ ലാ. ചില ആളുകൾ പറയും ഹബീബില്ല. ഹബീബുണ്ട്, മുത്തുനബി അള്ളാഹുവിൻ്റെ ഹബീബല്ലേ. ഹബീബില്ലാ, മനസ്സിലായോ? ഇപ്പോഴാണ് മനസ്സിലായത് എന്താ വിഷയം എന്ന്. അതായത് അല്ലാഹ് പറയുമ്പോൾ ആ ഹാ വളരെ ശ്രദ്ധിക്കണം. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഉണ്ടോ, അല്ലാഹ് അല്ലാഹ് ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്മുൽ ജലാല, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, തബാറക്കല്ലാഹ്, അങ്ങനെ തന്നെ ആയിരിക്കണം. അതേപോലെ വത്തഖുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ ചേർത്തി പറയുമ്പോൾ പല ആളുകൾക്കും രണ്ടാമത്തേത് നഷ്ടപ്പെടും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടില്ല. പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓക്കെ, ഇനി നിങ്ങൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് കേട്ടാൽ മതി. നോക്കൂ അല്ലാഹ് വഖഫിൽ ഹാ ഇല്ലാതെ പലരും അല്ലാഹ് പറയുന്നു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ പിഴവായി ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ആണെന്ന് അറിയുക, ഇസ്മു ജലാലത്ത് നന്നായി പറയുന്നു എന്ന്. മനസ്സിലായില്ലേ? ഇസ്മുൽ ജലാലത്ത് പറയുമ്പോൾ നന്നായിട്ടുണ്ടോ ശരിയായിട്ടുണ്ടോ എന്നറിയണം. മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. ഓക്കെ, ശ്രദ്ധിക്കണം.